10ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് പാഠഭാഗത്തു നിന്നുള്ള മറ്റൊരു മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, ഉപദ്വീപീയ പീഠഭൂമി ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ പ്രദേശങ്ങളിലാണ് ഉപദ്വീപീയ പീഠഭൂമി വ്യാപിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശ വിസ്തൃതി 15 ലക്ഷം കിലോമീറ്റർ. 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി 15 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഹിമാലയത്തിൻ്റെ വിസ്തൃതി എത്രയാണ് പറഞ്ഞത്? ഹിമാലയത്തിൻ്റെ വിസ്തൃതി 5 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ആനമുടി. ആനമുടിയുടെ ഉയരം 2695 മീറ്ററാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമി. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന ഉപദ്വീപീയ പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങൾ എങ്ങനെയുള്ളതാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് ഉപദ്വീപീയ പീഠഭൂമിയിലുള്ളത്. ഏതാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. കിഴക്കൻ മലനിരകളിലുള്ളത് ഏതാണ്? കിഴക്കൻ മലനിരകളിലുള്ളത് നിബിഡമായ ഉഷ്ണമേഖല മഴക്കാടുകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. കിഴക്കൻ മലനിരകളിലെ ഉഷ്ണമേഖല മഴക്കാടുകളാണ്. പശ്ചിമഘട്ട മലനിരകളിൽ ഏതായിരിക്കും? പശ്ചിമഘട്ട മലനിരകളിൽ ഉഷ്ണമേഖല മഴക്കാടുകളാണ്. അപ്പോൾ ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലുള്ള നൈസർഗിക സസ്യജാലം എന്ന് പറയുന്നത് ഉഷ്ണമേഖല മഴക്കാടുകളും, കാലികമായി മാത്രം മഴ ലഭിക്കുന്ന ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളുമാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാന വൃക്ഷങ്ങൾ തേക്ക്, സാൽ, ചന്ദനം, മുള. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കുഭാഗം ഡെക്കാൻ പീഠഭൂമിയാണ്. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഏതാണ്? അത് ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമി നിർമ്മിച്ചിരിക്കുന്നത് ബസാൾട്ട് എന്ന ആഗ്നേയശിലകളാലാണ്. ഡെക്കാൻ പീഠഭൂമിയിൽ ധാരാളമായി കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത പരുത്തി മണ്ണ്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പിൻ്റെ അംശമാണ്. താരതമ്യേന ഫലഭൂയിഷ്ടി കുറഞ്ഞ മണ്ണാണ് ചെമ്മണ്ണ്. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്ന രണ്ടാമത്തെ മണ്ണിനമാണ് ചെമ്മണ്ണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന ധാതു വിഭവങ്ങൾ ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്. ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ് നർമ്മദ, താപ്തി എന്നിവ. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരി.
ഉപദ്വീപീയ നദികളിലെ വെള്ളച്ചാട്ടങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയത് ജോഗ് ഫോൾസ്. ജോഗ് ഫോൾസ് വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം 225 മീറ്റർ. ജോഗ് ഫോൾസ് സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദി, കർണാടക. മഹാനദി ഉത്ഭവിക്കുന്നത്. പ്രധാന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവയാണ് ഉപദ്വീപീയ നദികൾ. മഹാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മധ്യപ്രദേശിലെ മൈക്കല മലനിരകൾ. മധ്യപ്രദേശിലെ മൈക്കല മലനിരകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. ഗോദാവരിയുടെ ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടം, മഹാരാഷ്ട്രയിലെ നാസിക് ജില്ല. കൃഷ്ണ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകൾ. കാവേരി ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്, ബ്രഹ്മഗിരി നിരകളിൽ നിന്നാണ് കാവേരി ഉത്ഭവിക്കുന്നത്. നർമ്മദ ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡ്, മൈക്കല മലനിരകൾ. താപ്തി മുൻതായ് പീഠഭൂമി, മധ്യപ്രദേശിലെ ബൈത്തുൽ ജില്ല, അതിൽ നിന്നാണ് താപ്തി ഉത്ഭവിക്കുന്നത്. മഹാനദിയുടെ പോഷക നദികളാണ് ഇബട്ടെൽ എന്നിവ. ഗോദാവരിയുടെ പോഷക നദികളാണ് ഇന്ദ്രാവതി, ശബരി. കൃഷ്ണയുടെ പോഷക നദികളാണ് ഭീമ, തുംഗഭദ്ര. കാവേരിയുടെ പോഷക നദികളാണ് കബനി, അമരാവതി. നർമ്മദയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഹിരൺ, ബെൻജാൻ. താപ്തിയുടെ പോഷക നദികളാണ് ആനർ, ഗിർന എന്നിവ. ന്യൂഡൽഹി സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? യമുന. ന്യൂഡൽഹി, ആഗ്ര എന്നിവ യമുന നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. വാരണസി, അലഹബാദ്, പാറ്റ്ന ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളാണ്? ഗംഗ. ഗംഗാ നദിയുടെ തീരത്താണ് വാരണസി, അലഹബാദ്, പാറ്റ്ന എന്നിവ. ഗുവാഹത്തി സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദീതീരത്താണ്. കൊൽക്കത്ത ഹൂഗ്ലി നദീതീരത്തും, ലുധിയാന സത്ലജ് നദീതീരത്തും, ശ്രീനഗർ ജലം നദീതീരത്തും, അഹമ്മദാബാദ് സബർമതി നദീതീരത്താണ്. സൂററ്റ് താപ്തി നദീതീരത്താണ്. വിജയവാഡ കൃഷ്ണ നദീതീരത്തും, തഞ്ചാവൂർ കുടക് എന്നിവ കാവേരി നദീതീരത്തും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ തീരപ്രദേശത്തിൻ്റെ ഏകദേശ നീളം 6100 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ തീരസമതലം എത്രയായി തരംതിരിച്ചിരിക്കുന്നു? അവ ഏതെല്ലാം? രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും. ഏത് തീരസമതലത്തിലാണ് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത്? പടിഞ്ഞാറൻ തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലത്തെ എത്രയായി തിരിക്കാം? അവയേതെല്ലാം? 3ആയി തിരിക്കാം: ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം. ഗുജറാത്ത്, കൊങ്കൺ, മലബാർ. ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് ഏത് തീരസമതലത്തിലാണ്? കിഴക്കൻ തീരസമതലത്തിലാണ് ഡെൽറ്റ രൂപീകരണം നടക്കുന്നത്. കിഴക്കൻ തീരസമതലത്തെ എത്രയായി തിരിക്കാം? അവയേതെല്ലാം? കിഴക്കൻ തീരസമതലത്തെ 2ആയി തിരിക്കാം: കോറമോണ്ടൻ തീരസമതലം, വടക്കൻ സിർക്കാർസ് തീരസമതലം എന്നിങ്ങനെ. തീരപ്രദേശങ്ങളിലുടനീളം കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണ്. എക്കൽ മണ്ണിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന വിളകൾ നെല്ല്, തെങ്ങ്. ലക്ഷദ്വീപിലേക്കുള്ള ഏകദേശ നീളം. കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്കുള്ള ഏകദേശ നീളം 300 കിലോമീറ്റർ. ലക്ഷദ്വീപിലെ ദ്വീപുകളുടെ എണ്ണം 36. ജനവാസമുള്ള ദ്വീപുകൾ 11. ലക്ഷദ്വീപിലെ ദ്വീപുകളുടെ എണ്ണം 36, ജനവാസമുള്ള ദ്വീപുകൾ 11. ലക്ഷദ്വീപിലെ പ്രധാന ദ്വീപുകളാണ് ബംഗാരം, കടമത്ത്, മിനിക്കോയ്, കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, അമിനി ദേവി, ചെത്ലാത്ത്, ബിത്ര, കിൽത്താൻ എന്നിവ.
ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി. ലക്ഷദ്വീപിൻ്റെ പ്രധാന പ്രത്യേകതകളാണ് ലഗൂൺ, പവിഴപ്പുറ്റ്, മണൽ തീരങ്ങൾ എന്നിവ. ലക്ഷദ്വീപിലെ പ്രധാന വരുമാന മാർഗം മത്സ്യബന്ധനം, വിനോദസഞ്ചാരം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന കടലാണ് ബംഗാൾ ഉൾക്കടൽ. ആൻഡമാനിലെ ദ്വീപുകളുടെ ഏകദേശ എണ്ണം 200, നിക്കോബാറിലെ ദ്വീപുകളുടെ എണ്ണം 19. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ബാരൻ ദ്വീപ്. ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആൻഡമാൻ. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിൻ്റ്. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രത്തിൽ നിന്നുള്ള ഉയരം. ഋതുക്കൾ: ഇന്ത്യയിലെ ഋതുക്കളെ പൊതുവെ അറിയപ്പെടുന്നത് ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഏത് കാലത്തിൻ്റെ പ്രത്യേകതയാണ്? ശൈത്യകാലത്തിൻ്റെ. പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിലെത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ജെറ്റ് പ്രവാഹങ്ങൾ. ട്രോപ്പോപാസിലൂടെയുള്ള അതിശക്തമായ വായുപ്രവാഹമാണ് ജെറ്റ് പ്രവാഹങ്ങൾ. ഉഷ്ണകാലത്ത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം ഭാമർ. ഉഷ്ണകാലത്ത് വീശുന്ന ചില പ്രാദേശിക വാതങ്ങൾ ലൂ, മാംഗോ ഷവേഴ്സ്. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ കാൽബൈശാഖി. കാൽബൈശാഖിയുടെ പ്രധാന സവിശേഷത അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്ന കാറ്റുകൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം ഒക്ടോബർ മുതൽ നവംബർ വരെയാണ്. മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള ഇടവേള അറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. ഒക്ടോബർ, നവംബർ മാസങ്ങളിലായി ഇന്ത്യയൊട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മാവും ആർദ്രതയും പകൽ സമയങ്ങളെ ദുസ്സഹമാക്കുന്നു. ഈ പ്രതിഭാസം അറിയപ്പെടുന്നത് ഒക്ടോബർ ഹീറ്റ്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന ചാപ്റ്ററിൽ നിന്നുള്ളത്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് വളരെ ശ്രദ്ധയോടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കോഡുകൾ ഉപയോഗിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നദികളും പോഷക നദികളും ഉത്ഭവസ്ഥാനങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു.